ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പഴമാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പഴുത്ത മാങ്ങ ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള മാങ്ങയാണ്, പറിച്ച് വെച്ചിരുന്ന് പഴുപ്പിച്ചതാണ്. അപ്പോഴേ ഇത് നിറയെ കറയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് തറയിലൊക്കെ വീണും ഒക്കെ മണ്ണൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കട്ടെ. ഇതിപ്പം നല്ല കഴുകി എടുത്തിട്ടുണ്ട്. കറയും മണ്ണും എല്ലാം പോക്കി എടുത്തതാണ്. ഇനി ഇതിനെ ഇതുപോലൊരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും കാണരുത്. ഇത് എടുക്കുന്ന പാത്രത്തിലും അതുപോലെ തന്നെ മാങ്ങയിലും വെള്ളത്തിൻ്റെ നനവ് കാണരുത്. അതുകൊണ്ടാണ് നല്ലതുപോലെ തുടച്ചെടുക്കണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പഴുത്ത മാങ്ങയാണെങ്കിലും നമ്മൾ ചെത്തിയെടുക്കുമ്പം ചില മാങ്ങകൾ നല്ല അങ്ങ് പഴുത്തളിഞ്ഞതുപോലെ ഇരിക്കും. അങ്ങനെ എടുക്കരുത്. ഇതുപോലെ ഞെങ്ങ് നോക്കുമ്പം നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്ന മാങ്ങ എടുക്കണം. ഈ മാങ്ങ നല്ല ചതക്കട്ടിയുള്ള മാങ്ങയാണ്. ഇത് അളിഞ്ഞു പോയതൊന്നുമല്ല, എന്നാൽ നല്ലതുപോലെ പഴുത്തതുമാണ്. അപ്പോൾ ഇതുപോലുള്ള മാങ്ങ തന്നെ വേണം എടുക്കാൻ. ഇത് മാങ്ങയെല്ലാം ഞാൻ ഇതുപോലെ നല്ലതുപോലെ തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ തുടച്ചിട്ടാണെങ്കിലും ഇതിനെ കുറച്ച് നേരം ഫാനിട്ട് അതിൻ്റെ മുന്നിലൊന്ന് വെച്ചിരിക്കണം. അപ്പോൾ കാറ്റടി കൊണ്ട് ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കതൊന്ന് മുറിച്ചെടുക്കണം. ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു വലിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് തന്നെയാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. ഒരു 250 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ നല്ലതുപോലെ ചൂടായപ്പം അതിലേക്ക് ഒരു 2.5 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ പാത്രത്തിൽ ഒരു 5 സ്പൂൺ ടേബിൾ സ്പൂണാണ് 5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ അരിഞ്ഞെടുത്തപ്പം കൂടുതൽ മാങ്ങയുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. പിന്നെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമല്ല, തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. ചെറിയ ചൂടേ ഉള്ളൂ. അത് ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കണം. പൊടി ഐറ്റംസ് എണ്ണയിലേക്ക് നേരിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പം 1.5 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇത് കലക്കി എടുത്തിരിക്കുന്നത്. ഇതൊഴിക്കുമ്പോഴും നമ്മളിനി ചെറിയ തീയിലിട്ട് വേണം എണ്ണയിലേക്ക് ഇതൊഴിക്കാൻ. ഇപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടേക്കുവാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ ചേർക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്. ഇനി ആ അരപ്പെടുത്ത പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഇതുപോലൊന്ന് ഒഴിച്ച് അതിലൊക്കെ പറ്റിയിരിക്കുന്ന അരപ്പെല്ലാം ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടി വെള്ളത്തിൽ ചാലിച്ച് ഇതിൽ ഒഴിച്ചതിന് ശേഷം നല്ല തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കായംപൊടി, 1.5 സ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ചാറ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. സാധാരണ നമ്മൾ അച്ചാറിന് നേരത്തെ കൂട്ടി കൂടുതൽ ഉപ്പിടും. നല്ല ഉപ്പുണ്ടെങ്കിൽ അത് പൂക്കാതൊക്കെ ഇരിക്കുകയും അത് ആ അച്ചാറിന് പുളിയും ഉപ്പും ഒക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിൽ ടേസ്റ്റും കിട്ടുകയുള്ളൂ. പക്ഷേ ഈ പഴുത്ത മാങ്ങയ്ക്ക് ഇതുപോലെ നമ്മൾ ഒരുപാട് ഉപ്പ് നേരത്തെ വാരിയിടരുത്. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ടേ ഇട്ട് കൊടുക്കാവൂ. ആ മധുരവും ഉപ്പും ഒക്കെ നല്ല ബാലൻസ് ചെയ്ത് തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഏത് രൂപത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. വലുത് വേണമെങ്കിൽ വലുതായിട്ടും അരിഞ്ഞെടുക്കാം, ചെറുതായിട്ടും അരിഞ്ഞെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെക്കണം. ഇനി അച്ചാർ ഇളക്കി കൊടുക്കുമ്പോഴും ഇനി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ചെയ്തെടുക്കാൻ.
നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇങ്ങനെ ഇളക്കിയാലും ഇത് ഉടഞ്ഞൊന്നും പോകില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 20 മുളകാണ് എടുത്തിരിക്കുന്നത്, പറ്റൽ മുളക്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നേരത്തെ നമ്മൾ 5 സ്പൂൺ മുളക് പൊടി ചേർത്തിരുന്നു. പിന്നെ ഇത് മുളകും കൂടെ ആകുമ്പോൾ ഒരുപാട് എരിയായിട്ടൊന്നും തോന്നില്ല. ഇപ്പം ഞാൻ ചേർത്ത മുളക് പിരിയമുളകാണ്, അന്നേരം എരിവ് കുറവാണ്. മുളക് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ അച്ചാറിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ അച്ചാർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം റെഡിയായി. പക്ഷേ ഇതിൽ നമ്മൾ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. മുളക് പൊടിയും ഉലുവാപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിലും ചാറാട്ടൊന്നും കിടപ്പില്ല. നല്ല കുഴമ്പ് രൂപത്തിലാണ് ഇതിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത്രയും നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടെങ്കിലും മാങ്ങ ഉടഞ്ഞൊന്നും പോകില്ല. ഞാനിപ്പോൾ ഇത് തീയെല്ലാം ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ചെല്ലു കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ അച്ചാറിട്ട മാങ്ങ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാനിതിവിടെ അടച്ചു വച്ചിരിക്കുകയായിരുന്നു. നല്ല തണുത്തതിന് ശേഷം നമ്മൾ ഈ കുപ്പിയിലേക്കൊക്കെ മാറ്റാവൂ. കണ്ടോ, നല്ല പരുവത്തിലിരിക്കുകയാണ്. ഞാനിവിടെ ഒരു കുപ്പി കഴുകി നല്ല ഉണക്കി എടുത്ത് വച്ചിരിക്കുകയാണ്. ഇതൊരു 2 കിലോയുടെ ഒരു കുപ്പിയാണ്, പൊട്ടണ കുപ്പി തന്നെയാണ്. ഇതിൽ ഞാൻ നേരത്തെ മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ തീർന്നപ്പോൾ ഇതിനെ കഴുകി ഇത് ഇടാൻ വേണ്ടി ഞാൻ ഇന്നലെ വൃത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇതിനെ കോരി മാറ്റാം. ഞാൻ അങ്ങനെ കുപ്പിയിലിട്ട് വെച്ചു. കുറച്ചും കൂടെ അധികമുള്ളത് ചെറിയൊരു കുപ്പി ഉണ്ടായിരുന്നു, അതിലും കൂടി ഇട്ട് വെച്ചു. ഈ കുപ്പിയുടെ ഫുള്ള് ഞാൻ ഇട്ടിട്ടില്ല. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത്രയാണ് ഇട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇടാൻ കാരണം ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും. അതുപോലെ തന്നെ ചെറിയ കുപ്പിയിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വേണം ഈ പഴുത്ത മാങ്ങ അച്ചാർ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാൻ. ഇല്ലെങ്കിൽ നിറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നിറഞ്ഞ് എണ്ണയും ഇതെല്ലാം അവിടെ തറയിലെല്ലാം അങ്ങ് പോകും. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ അച്ചാറിട്ട് വെക്കുമ്പോൾ നിറച്ചിട്ടാണ് അടച്ച് വെക്കുന്നത്. അച്ചാറിട്ട ഈ പാത്രം കഴുകി കളയാനേ മനസ്സ് വരുന്നില്ല. ഇതിൻ്റെ ചാറിന് അത്രയ്ക്ക് രുചിയാണ്. ഇതിലേക്ക് കുറച്ച് ചോറും കുറച്ച് തൈരും കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളിയാണ്. ഒരു മാമ്പഴ പുളിശ്ശേരി കൂട്ടി കഴിക്കുന്ന അതേ രുചിയാണ് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം തൈരില്ലാത്തത് കൊണ്ട് ചോറിട്ടാണ് കഴിക്കുന്നത്. സാധാരണ നമ്മൾ ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഒക്കെ അച്ചാറിടുമ്പോൾ അത് ബോട്ടിലാക്കിയതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് ചോറിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.